ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ നിന്നും കേട്ട ഏറ്റവും തെളിച്ചമുള്ള നിലപാട് എന്ന നിലയിലാണ് ഇന്നത്തെ ചർച്ച പൃഥ്വിരാജിൽ നിന്നും ആരംഭിക്കുന്നത്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇങ്ങനെയൊരു തിരുത്തലും വഴിമാറ്റിവിടലും മലയാള സിനിമയിൽ വെറുതെയെങ്ങുണ്ടായതല്ല. ഒരു പറ്റം സ്ത്രീകൾ തങ്ങളുടെ ജീവിതത്തിലും തൊഴിലിലുമൊക്കെ തുടർന്ന് അങ്ങോട്ട് നേരിടാൻ പോകുന്ന പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ കണ്ടിട്ടും നീതിക്കായി ഇറങ്ങി പുറപ്പെട്ടതിലൂടെ ഉണ്ടായതാണ്. രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമായി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇന്നാട്ടിലെ സർക്കാർ ഒരു സമിതി കൂടി രൂപീകരിക്കുന്നതോടെ സ്ത്രീകൾക്ക് കൂടി അനുകൂലമായ ഒരു തൊഴിൽ പരിതസ്ഥിതി സിനിമാ മേഖലയിൽ ഒരുങ്ങുന്നതിനെ തുറന്ന മനസ്സോടെ നമ്മൾ സ്വാഗതം ചെയ്തു. ഒരു വിവരവും പുറത്തു വരില്ല എന്ന ഉറപ്പിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ നൽകിയ മൊഴികളെ ഒഴിച്ചു നിർത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹം ചർച്ച കൂടി ചെയ്തതോടെ മുഖവും ശബ്ദവുമില്ല എന്ന വേട്ടക്കാർ കരുതിയ സ്ത്രീകൾ സിംഹാസനങ്ങളെ വിറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അന്ന് പറയാത്തത് എന്തെന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച കെട്ടനാവുകൾക്കുമേൽ ഈയം ഉരുക്കി ഒഴിച്ചു. എപ്പോൾ പറഞ്ഞാലും നടപടിയെന്ന ഉത്തരവിലൂടെ വീണ്ടും സർക്കാർ. ആ ഉറപ്പിൽ ആദ്യത്തെ പരാതിയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ റേറ്റിംഗിനായുള്ള ഓട്ടത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുതെന്ന് നമ്മളെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം.